ഒരുപാട് സംരംഭകരുമായിട്ട് സംസാരിക്കാറുണ്ട്. ബിസിനസ്സിനെ പറ്റി ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ ആദ്യം പറയാറുണ്ടെങ്കിലും പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും പ്രതിസന്ധികളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. ഇവിടെ ഒരു അന്യദേശത്ത് നിന്ന്, അതായത് ആസാമിൽ നിന്നും കേരളത്തിലേക്ക് വന്ന് 5 കൊല്ലത്തോളം ഇവിടെ ഒരു എംപ്ലോയി ആയിട്ട്, ഒരു വർക്കറായിട്ട്, ലേബറായിട്ട് വർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് അവൻ്റെ ഉള്ളിലെ സംരംഭകൻ ഉണരുകയും ആ ഒരു സംരംഭത്തിനെ പറ്റിയിട്ട് ചിന്തിക്കുകയും അത് തുടങ്ങിയപ്പോൾ ഉണ്ടായ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒടുവിൽ വിജയിച്ച് കയറിയ ഒരു കഥയുമാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. പറയാനുള്ളത് ശാസ്തമംഗലത്തെ ഇഗോറ യൂണിസെക്സ് സലൂണിലെ അമീൻ അൻസാരി എന്ന ഓണർപ്രണറിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ ഇന്ന് പരിചയപ്പെടാം. സംരംഭങ്ങളുടെ ഉള്ളറിയുന്നതിനായി PNBയുടെ വിഷൻ ടു ദ വെഞ്ചർ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തുള്ള ഇഗോറ സിഗ്നേച്ചർ മിസ്റ്റർ അമീൻ അൻസാരിയുടെ സ്ഥാപനത്തിലാണുള്ളത്. അമീൻ അൻസാരിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം സാർ. അമീൻ, അപ്പം അമീൻ ആസാമിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഈ കേരളത്തിലേക്ക് വരാനുള്ള ഇടയായ സാഹചര്യം എന്താണ്? ആക്ച്വലി എനിക്ക് വീട്ടിലെ ഒരു അച്ഛൻ ഡെത്തായ കഴിഞ്ഞിട്ട് നമ്മള് ഫൈനാൻഷ്യലി വലിയൊരു പോറായിട്ട് നമ്മളൊരു ഒന്നും ചെയ്യാൻ പറ്റില്ല അവസ്ഥയിൽ എനിക്ക് ഫ്രണ്ട് കൂടെ ഒരു കോൺടാക്ട് ആയി. അപ്പോൾ പുള്ളി പറഞ്ഞ ഒരു തിരുവനന്തപുരത്തെ ഒരു ജോലി ഉണ്ട്, ഒരു യൂണിസെക്സ് സലൂൺ. അവിടെ വന്നിട്ട് നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ നല്ല ഒരു ശമ്പളം കിട്ടും, നിങ്ങളൊരു ഫൈനാൻഷ്യലി ഒരു പ്രോബ്ലം സോൾവ് ആവും. അങ്ങനെ പറഞ്ഞിട്ട് ഞാനൊരു ട്രെയിനിലെ ജനറൽ ടിക്കറ്റിൽ ഞാൻ നേരെ ഇവിടെ തിരുവനന്തപുരം വന്നിട്ട് ഇവിടെ ശാസ്തമംഗലം ഒരു സലൂണുണ്ട്, യൂണിസെക്സ് സലൂൺ. അവിടെയാണ് വർക്ക് ചെയ്ത് ഞാൻ 5 years വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങി എടപ്പഴനിയിൽ. അപ്പോൾ അത് പാർട്ട്ണർഷിപ്പില്. അപ്പൊ ഇവിടുന്ന് ഈ കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഈ ഫീൽഡുമായിട്ട് ബന്ധമുണ്ട്? അത് ഈ ഫീൽഡിൽ നമ്മള് ഒരു 3 years ആയിട്ട് നമുക്ക് അവിടെ നോൺ സ്റ്റോപ്പ് വർക്ക് ചെയ്ത് ആസാമിലത്തെ. അപ്പൊ ഈ യൂണിസെക്സ് സലൂൺ എന്ന് പറയുന്ന അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ആസാമില്? അതോ അങ്ങനെ ആയിരുന്നു, അതോ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു അവിടെ? അല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല, ഒരു വേറൊരു ഷോപ്പിലായിട്ട്. അത് യൂണിസെക്സ് ഇല്ലാത്ത ഒരു ചാൻസ് മാത്രം. മൊത്തത്തില് ഈ ഒരു ഫീൽഡിൽ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ടോട്ടൽ എടുക്കണേ? അവിടെ ഇവിടെ ആയിട്ടൊക്കെ ടോട്ടൽ പറയുമ്പോൾ ഒരു 15 years ആയി. 15 years എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് കേരളത്തിലേക്ക് ഒരു ജോലി അന്വേഷിച്ച് വന്നതാണ്. അതെ. ഓക്കെ. അപ്പോൾ ആ വന്ന സമയത്തുണ്ടായ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടു? അത് നമുക്ക് ലാംഗ്വേജ് നമുക്ക് പ്രശ്നമുണ്ടല്ലോ, കാര്യം ഇത് സലൂണാണ്. അപ്പം ആൾക്കാരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമല്ലോ, ആൾക്കാരോട് സംസാരിക്കേണ്ടി വരുമല്ലോ, കാരണം അവരുടെ ഐഡിയാസിലാണല്ലോ നമ്മൾ ഇത് ചെയ്യേണ്ടത്. അപ്പൊ ലാംഗ്വേജ് പ്രശ്നം വന്നില്ലേ? ഇവിടെ മേജർ ആയിട്ട് പ്രോബ്ലം ആയിട്ട് ഒരു ലാംഗ്വേജ്, ഒരു ഹിന്ദി പറയുന്നുണ്ട് ആസാമില്, ഹിന്ദി ആൻഡ് ആസാമീസ്. ഇവിടെ വന്നിട്ട് ഒരു മലയാളം ഒരു ഫസ്റ്റ് ലാംഗ്വേജ് ആണ് നമുക്ക് പഠിച്ച്. ഒരു വെരി ടഫ് ആയിട്ട് ഒരു ലാംഗ്വേജ് ആണ് മലയാളം. അപ്പൊ പഠിക്കുമ്പോൾ ഭയങ്കര ഹാർഡാണ്. ചെറുതായിട്ടൊരു പഠിച്ച് അങ്ങനെ ഒരു ഇപ്പൊ പറയാനുണ്ട് മലയാളം. ഇപ്പൊ നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെ തുടക്കം എങ്ങനെയായിരുന്നു? എത്ര സ്ട്രഗിൾ പറയുമ്പോ ഞാനൊരു ടോട്ടൽ പറയുമ്പോ 5 years വെരി സ്ട്രഗിൾ ആയി കേരളത്തിൽ. അപ്പൊ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മള് റൂം പറയുമ്പോ ഒരു മിനിമം 6 kilometer ഡിസ്റ്റൻസ് ദൂരം. അപ്പൊ അങ്ങനെ ആയിട്ട് ഡെയിലി KSRTC ബസ്സിൽ നമ്മള് പോവും, പിന്നെ തിരിച്ചു വരാം. രാവിലെ 9 മണി ഡ്യൂട്ടി, രാത്രി 9 മണി പോവും. അങ്ങനെ ആയിട്ട് ചെറിയൊരു സ്ട്രഗിൾ ആയി. പിന്നെ ഫുഡ് പറയുമ്പോ ടോട്ടലി ഡിഫറെന്റ് ഫുഡ്. പിന്നെ അങ്ങനെ ആയിട്ട് ഒരു 5 years ആയിട്ട് ഒരു ചെറിയ സ്ട്രഗിൾ. എങ്ങനെ മാനേജ് ചെയ്തു? മാനേജ് പറയുമ്പോ ഒരു 3 months ആയിട്ട് നമ്മൾ ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോ പറയുമ്പോ കുറച്ച് ഡിഫറെന്റ് ആണ്. പക്ഷെ അത് കഴിച്ചിട്ട് പിന്നെ ഇവിടെ സ്വന്തം ഫുഡ് പോലെ ആയിപ്പോയി. നല്ല ഇഷ്ടപ്പെട്ട ഫുഡ്. ഇപ്പൊ നമ്മുടെ അപ്പവും ദോശയൊക്കെ നല്ല ഇഷ്ടമുണ്ട്. നല്ല ഇഷ്ടമാണ്. അതെ. ഇപ്പൊ നമ്മള് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കൂടുതലായിട്ട് ദോശ ഇഡ്ഡലിയാണ്. ഓക്കെ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ആ സലൂണിൽ നിന്ന് പിന്നെ എന്തായിരുന്നു?
അടുത്തൊരു മൂവ്മെന്റ് പറയുമ്പോൾ നമ്മളൊരു ബിസിനസ്മാൻ്റെ ഒരു ചെറിയൊരു മൈൻഡിലുണ്ട്. എനിക്കൊരു ബ്രദർ ഉണ്ട്, അനിയൻ. അപ്പോൾ പുള്ളി ഞാൻ ഇവിടെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് പിന്നെ സ്വന്തമായിട്ട് തുടങ്ങി എടപ്പള്ളിയിൽ ചെറിയൊരു പാർട്ട്ണർഷിപ്പിൽ. അപ്പോൾ പാർട്ട്ണർഷിപ്പിൽ ഒരു കണ്ടിന്യൂ 3 years നമ്മൾ ചെയ്ത് 3 to 4 years നമ്മൾ ചെയ്ത്. അപ്പോൾ ചെയ്ത ശേഷം നമുക്കൊരു ചെറിയൊരു പാർട്ട്ണർഷിപ്പിൽ ചെറിയൊരു പ്രോബ്ലമായി, മിസ്അണ്ടർസ്റ്റാൻഡിങ് സ്റ്റാർട്ടായി. അപ്പോൾ നമ്മൾ വിചാരിച്ചത് നമുക്ക് ഡ്രോപ്പ് ആക്കുമ്പോൾ അത് ബെറ്റർ ആണ്. പിന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഈ ഷോപ്പിൽ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്ത്. അപ്പൊ ഈ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 years ഓൾമോസ്റ്റ് ആയി. ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അതിനു മുമ്പ് എടപ്പഴിഞ്ഞില് സ്റ്റാർട്ട് ചെയ്തു, പാർട്ട്ണർഷിപ്പിൽ. അതെങ്ങനെ ബിസിനസ് ശരിക്കും റണ്ണിങ് ആയിരുന്നു? റണ്ണിങ് ആയിരുന്നു, പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, നല്ല പ്രോഫിറ്റ്. അപ്പം അതിന് പാർട്ട്നേഴ്സായിട്ടുള്ള വിഷയത്തിൽ മാത്രമാണ് പ്രശ്നം. ബാക്കിയുള്ള എല്ലാം സേഫ് ആയിരുന്നു, ബിസിനസ്സിന് റവന്യൂ വരുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. അവരുടെ ചെറിയ നമ്മള് ഹിന്ദിക്കാർ ആയിട്ട് അവര് അങ്ങനെ ഓക്കെ. അപ്പൊ നന്നായിട്ട് നമുക്കൊരു പിന്നെ കുഴപ്പമില്ല, നമ്മള് ഒരു നല്ല കൈ ഉണ്ടെങ്കിൽ ശരീരം ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അവിടുത്തെ ഒരു എക്സ്പീരിയൻസിലാണ് ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ശാസ്ത്രമുള്ള. ഈ പേരെങ്ങനെ, ഈ ഷോപ്പിന് ഈ പേരെങ്ങനെയാ വന്നത്? ഇഗോറ പറയുമ്പോൾ നമുക്കൊരു ബ്രാൻഡാണ്. അപ്പൊ ഇഗോറ സോസ്കോഫിന്റെ ഒരു കളർ എന്റെ ഒരു ബ്രാൻഡ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ് ഈ പേര്. അതെ. സ്റ്റാർട്ടിങ്ങിൽ എത്ര സ്റ്റാഫ് ഉണ്ടായിരുന്നു ഈ ഷോപ്പിലെ? സ്റ്റാർട്ടിങ് സമയത്ത് നമുക്കൊരു 4 സ്റ്റാഫ്. ഇപ്പൊ 6 സ്റ്റാഫ് ഉണ്ട് ടോട്ടൽ. 6 സ്റ്റാഫ് ഉണ്ട്. അതെ, 6 സ്റ്റാഫ് ഉണ്ട്. എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവരെയൊക്കെ? ഇപ്പൊ മാനേജിങ് പറയുമ്പോ ചെറിയൊരു പാടാണ്, പക്ഷെ കുഴപ്പമില്ലായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവരെ ഒരു ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം നമുക്ക് നോക്കുന്നുണ്ട്. അപ്പൊ ഈ കൂടുതലും മലയാളികളല്ലല്ലോ ഇവരാരും, സ്റ്റാഫുകളാരും എല്ലാവരും ഹിന്ദി സ്റ്റാഫാണ്. അപ്പൊ ഇവർക്ക് ശരിക്കും കസ്റ്റമേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവര് ഏത് രീതിയിൽ അവർക്ക് അത് കസ്റ്റമേഴ്സായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ ഒരു ചെറുതായിട്ടൊരു എല്ലാവർക്കും ഇവിടെ മനസ്സിലാവും, ചെറുതായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റഡ്. അപ്പോ ഇവിടെ ഹിന്ദി മലയാളം മിക്സ് ആയിട്ട് അവർ സംസാരിക്കും. അപ്പൊ എല്ലാവരും മനസ്സിലാവും. ഇപ്പൊ കേരള പറയുമ്പോ എല്ലാവരും ഹിന്ദി അറിയാം ഇപ്പൊ. അപ്പോ ഓൾമോസ്റ്റ് ഹിന്ദി മലയാളം മിക്സ് ആയിട്ട് പറയുമ്പോ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു സ്ഥാപനത്തിലെ സ്റ്റാഫായി നിൽക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷെ നമ്മളൊരു സംരംഭകനായി അല്ലെങ്കിൽ ഒരു ഓണറായി, ഒരു ഷോപ്പിന്റെ ഓണറായി വരുമ്പോൾ പ്രോബ്ലംസ് റൈസ് ചെയ്യും. ആ സമയത്ത് ഉണ്ടായ പ്രധാനപ്പെട്ട ഓർമ്മയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രശ്നം പറയുമ്പോൾ ഫസ്റ്റ് ഇവിടെ സ്റ്റാഫിന്റെ മാനേജിങ്. ഒരു സ്റ്റാഫ് കറക്റ്റ് ആയിട്ട് ഒരു പെർമനന്റ് ആയിട്ട് നിൽക്കില്ല. കാരണം ഹിന്ദി സ്റ്റാഫ് പറയുമ്പോൾ 1 month 2 months ആയിട്ട് ഒരു ചേഞ്ച് ആവും. ഇപ്പോ ഓൾറെഡി 2-3 സ്റ്റാഫ് കണ്ടിന്യൂ ആയിട്ട് ഉണ്ട്. അപ്പോ 2 സ്റ്റാഫ് പറയുമ്പോൾ നമുക്ക് എല്ലാ സമയത്തും നമുക്ക് 2-3 സ്റ്റാഫ് ചേഞ്ച് ആവും. 2-3 മാസത്തെ ഒരു മേജറായിട്ട് പ്രോബ്ലമാണ്. നമുക്ക് ഇവിടെ സ്ഥിരമായിട്ട് ഒരു നിൽക്കുമ്പോൾ ഒരാൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ അത് പ്രോബ്ലമാണ്. ഒരു ക്ലയന്റ് ഒരാളെന്ത് കൂടെ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ നെക്സ്റ്റ് ടൈം കട്ടിങ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ സർവീസ് ചെയ്യുമ്പോൾ ഇവിടെ വരും. അപ്പൊ സെയിം സ്റ്റാഫ് കിട്ടില്ലെങ്കിൽ അവിടെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ഫുൾ ടൈം ഈ ഷോപ്പിൽ വേണം. കാരണം ഞാനുണ്ടെങ്കിൽ എല്ലാം മാനേജ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായിരുന്നു പ്രധാനപ്പെട്ട ഓക്കെ. അപ്പം നമ്മൾ പുതിയ സ്റ്റാഫിനെ കണ്ടെത്തുന്നത് ഇവിടുന്നാണോ അതോ അവിടെ നിന്ന് അസാമിൽ നിന്ന് തന്നെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്? സാധാരണ പറയുമ്പോ കൂടുതലായിട്ട് UP ആണ് സ്റ്റാഫ്. ഡൽഹി UP ആണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ അഡ്വർടൈസ്മെന്റ് കൊടുക്കും? ഇവിടെ വേക്കൻസി ഉണ്ടെന്ന് എങ്ങനെ അറിയിക്കും? ഇവിടെ കുറെ ഇപ്പൊ ഫ്രണ്ട്സ് ആയി. ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ആയിപ്പോയി. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിന്ന് നമുക്കൊരു വാട്സപ്പിൽ നമുക്കൊരു മെസ്സേജ് ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി സെർച്ച് ചെയ്തിട്ട് അവിടെ വരും. ഓക്കെ. അപ്പൊ വന്നതിന് ശേഷം അവർക്ക് ഏത് രീതിയിലൊക്കെയാണ് ട്രെയിനിങ് ഒക്കെ കൊടുക്കാറുണ്ടോ? എങ്ങനെയാണ്? ഫസ്റ്റ് 2-3 days നമുക്ക് നോക്കുമെന്റ് പറയാം. നമ്മുടെ സീനിയർ സ്റ്റാഫിന്റെ കൂടെ നോക്കുമെന്റ് പറയാം. അപ്പൊ അവരെ നോക്കിയിട്ട് ചെറുതായിട്ട് പഠിച്ചിട്ട് അവരെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോപ്പിന്റെ ഒരു കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിട്ട് എങ്ങനെ ചെയ്യും അങ്ങനെ ഒരു പറയാൻ വേണ്ടി നമുക്ക് 2-3 days നമുക്കൊരു
വെയിറ്റിംഗ് ഹോൾഡ് ചെയ്തിട്ട് അവരെ കാണിക്കാം എങ്ങനെ ചെയ്യും ഇത് ചെയ്യും പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയാം. ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കാം എങ്ങനെ ചെയ്യും. ഫസ്റ്റ് ഒരു ക്ലയന്റിന്റെ കൂടെ നമുക്കൊരു ഹെയർ കട്ടിങ് ചെയ്തിട്ട് നമുക്കൊരു നോക്കാം. അപ്പോൾ അവർ കറക്റ്റ് ആയിട്ടാണെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂ ആയിട്ട് പോവാൻ പറ്റും. അപ്പം ചുരുങ്ങിയത് എത്ര സമയം കൊണ്ട് ഏകദേശം ഒരാള് ഈ ട്രെയിനിങ് പൂർത്തിയാക്കി ജോബിലേക്ക് കയറുന്ന ഒരു രീതിയിലേക്ക് എത്തും? അവരൊരു എക്സ്പീരിയൻസ് നമുക്ക് നോക്കും. ഫസ്റ്റ് അവരുടെ എക്സ്പീരിയൻസ് നോക്കുന്നുണ്ട്. മിനിമം ഒരു 3 ഇയേഴ്സിന്റെ മേളിൽ തന്നെ നമുക്കൊരു എക്സ്പീരിയൻസ് വേണം. നമുക്ക് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നമ്മൾ എടുക്കുന്നത്. അത് എടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് അവര് ജോബ് പ്രൊഫൈൽ നോക്കുന്നുണ്ട്. ജോബ് പ്രൊഫൈലിൽ പറയുമ്പോൾ ഒരു ഹെയർ കട്ട് ലൈക്ക് ഒരു ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഹെയർ കളറിങ് ആണെങ്കിൽ അത് ഫസ്റ്റ് അത് നോക്കും. അത് നോക്കിയിട്ട് അവരെ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ വിളിച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ഇവിടെ നോക്കാം. ഒരു ക്ലയന്റിന്റെ കൂടെ നമുക്ക് ചെയ്തിട്ട് ഞാനുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ആയിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് സ്റ്റാഫിനെ എടുക്കുന്നത്. ഇപ്പോഴും അത് തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ HR പ്രത്യേകം ഡിപ്പാർട്ട്മെന്റ് ആരെങ്കിലും ഉണ്ടോ? HR നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഹ്യൂമൻ റിസോഴ്സ് ചെയ്യാൻ വേണ്ടിട്ട്? അല്ല, ഇപ്പൊ നമുക്ക് ഇത് ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ അങ്ങനെ ആയിട്ട് എല്ലാം നമുക്ക് മാനേജ് ചെയ്യുന്നുണ്ട്. അതെ. ഇതല്ലാതെ പുറമെ വേറെ ബ്രാഞ്ചുകളുണ്ടോ? ഇല്ല, ഇത് മാത്രമുണ്ട്. ബ്രാഞ്ച് മാത്രം. ഇനി ഫാമിലിയെ പറ്റിയിട്ടൊക്കെ എങ്ങനെയാണ്? ഫാമിലി എല്ലാം ആസാമിലാണോ അതോ ഇവിടെ ഉണ്ടോ? അല്ല, ആസാമിലെ ഉള്ള ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. എനിക്ക് വൈഫ് പറയുമ്പോ അഡ്വക്കേറ്റ് ആണ്. അപ്പൊ എവിടെ പ്രാക്ടീസ് ചെയ്യുന്നു? ആസാം തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഒരു ഡെലിവറി ആയി കഴിഞ്ഞിട്ട് അപ്പൊ ഒരു 1 ഇയർ റെസ്റ്റ് ഉണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ അതെ. ഓക്കെ. ഇനി എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ്? അപ്പൊ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യാൻ ഏതൊക്കെ രീതിയിലുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ കൊടുക്കുന്നു? സ്പെഷ്യൽ സർവീസസ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട്. ഒരു ലേഡീസ് കസ്റ്റമർ വരുമ്പോൾ അത് ഫസ്റ്റ് നമുക്കൊരു സിറ്റിംഗ് ചെയ്യാൻ നമുക്കൊരു ഇരിക്കുമെന്ന് പറയാം. അപ്പോൾ കസ്റ്റമറിന്റെ എന്താ റിക്വയർമെന്റ് ആണ്, കളറിങ് ആണെങ്കിൽ, ട്രീറ്റ്മെന്റ് ആണെങ്കിൽ, ഹെയർ കട്ടിങ് ആണെങ്കിൽ, സ്പാ ആണെങ്കിൽ ഫസ്റ്റ് അത് ചോദിക്കാം. ചോദിച്ചിട്ട് പിന്നെ നമുക്കൊരു അനലൈസ് ചെയ്യാം. നമുക്ക് മുടിന്റെ ടെക്സ്ചർ ഏത് ടൈപ്പാണ്, ഫ്രിസി, ഡാമേജ്, ഡ്രൈനെസ്, അത് നോക്കിയിട്ട് നമുക്കൊരു കസ്റ്റമറിന് നമുക്ക് സജസ്റ്റ് ചെയ്യാം. മാഡം സ്പാ ആണെങ്കിൽ സ്പാ ചെയ്യാം, ഇല്ലെങ്കിൽ സ്പാ ചെയ്തില്ലെങ്കിൽ നമുക്ക് കുറെ ട്രീറ്റ്മെന്റ് ഉണ്ട്. കെരാറ്റിൻ, ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റിയ, സ്മൂത്തനിങ്, അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈക്ക് ഒരു നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നമുക്കൊരു ഹെയറിന്റെ ഒരു സ്മൂത്ത്നെസ് വരും. പ്ലസ് ഡാമേജ്, ഡ്രൈനെസ് ഉണ്ടെങ്കിൽ മാറും, നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കും, നാച്ചുറൽ ആയിട്ട് കിടക്കും. അങ്ങനെ നമുക്കൊരു പറയാം കസ്റ്റമറിന്റെ. പിന്നെ കസ്റ്റമറിന്റെ ഒരു കളറിങ് ആണെങ്കിൽ നമുക്കൊരു സോസ്കോഫിന്റെ കളർ ഉണ്ട്, ഈഗോറ, പിന്നെ ലോറിയൽ പ്രോഡക്റ്റ് ഉണ്ട്, മാട്രിക്സിന്റെ പ്രോഡക്റ്റ് ഉണ്ട്. അത് നമുക്ക് 3 ബ്രാൻഡായിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് ആയിട്ട് ഏത് ബ്രാൻഡാണ് നമുക്ക് അത് ചെയ്യുന്നുണ്ട്. കസ്റ്റമറിന്റെ മാക്സിമം നമുക്ക് നോക്കുന്നുണ്ട് എങ്ങനെ ഹാപ്പി ആയിട്ട് ഇവിടെ ചെയ്യും, പുറത്ത് പോവും, ഹാപ്പി ആയിട്ട് 1 ടൈം പോയിട്ട് തിരിച്ചു വരും. അത് നമുക്ക് മാക്സിമം നമുക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് നന്നായിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട് എല്ലാ സ്റ്റാഫ് ചെയ്യുന്നുണ്ട്. അപ്പം വേറെ സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ് എന്തെങ്കിലും ഉണ്ടോ? അതെ, ഓഫർ പ്രോഡക്റ്റോ അപ്പം അങ്ങനെ എന്തെങ്കിലും പാക്കേജസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്കൊരു എല്ലാവരും ഫെസ്റ്റിവൽ ആയിട്ട് അല്ലെങ്കിൽ ന്യൂ ഇയർ അങ്ങനെ ആയിട്ട് നമുക്കൊരു പാക്കേജ് ആയിട്ട് ഓഫർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഒരു 30%, 40% ആയിട്ട് നമുക്കൊരു ഓഫർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഒരു ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഒരു 7,000 ആണെങ്കിൽ നമുക്ക് 4,000 റുപ്പീസിന്റെ ചെയ്യുന്നുണ്ട്, 5,000 റുപ്പീസിന്റെ ചെയ്യുന്നുണ്ട് ട്രീറ്റ്മെന്റ് മാത്രം. പിന്നെ ബേസിക് ആയിട്ട് നമുക്ക് നോർമലി ഹെയർ കട്ടിങ് ഉണ്ട്, ജെൻസിന്റെ ഹെയർ കട്ടിങ് ബിയർഡ് ഉണ്ട്. ഈ സംരംഭങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നമ്മുടെ കയ്യിൽ അതിനകത്തുള്ള ഒരു എബിലിറ്റി, സ്കില്ലൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുക പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് കസ്റ്റമേഴ്സിനെ അട്രാക്ട്, മീൻസ് മാർക്കറ്റിംഗ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യാറുള്ളത്? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയൊക്കെ? ഇപ്പോൾ ആക്ച്വലി എനിക്കൊരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കുറവാണ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് മാർക്കറ്റിംഗ്. അപ്പോൾ വാട്സപ്പ് മാർക്കറ്റിംഗ് ഉണ്ട്. പിന്നെ നമുക്കൊരു കസ്റ്റമർ ഹാപ്പി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കസ്റ്റമർ ക്ലയന്റ് നമുക്ക് പറയാം, ആ ക്ലയന്റ് നമുക്ക് ഈ ഷോപ്പിൽ ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ ആയിട്ട് നമുക്കൊരു കുറെ സ്റ്റാർട്ടിങ് സമയത്ത് ഒരു ബുദ്ധിമുട്ടായി ഷോപ്പില്. ഇപ്പൊ അങ്ങനെ ഒരു കസ്റ്റമർ എന്താ ചെയ്യും, ഹാപ്പി ആയിട്ട് പോയാൽ കഴിഞ്ഞിട്ട് ആ കസ്റ്റമർ നോക്കിയിട്ട് 2-3 കസ്റ്റമർ തിരിച്ച് വരും. അപ്പൊ നോക്കിയിട്ട് വന്നിട്ട് നമുക്ക് ചെറിയ അങ്ങനെ ബിൽഡായി ഷോപ്പിനെ കുറിച്ചുള്ള. അപ്പം അങ്ങനെയാണ് ശരിക്കും കസ്റ്റമേഴ്സിനെ റെഫറൻസ് വഴിയാണ് റെഫറൻസ് ചെയ്തിട്ട് പറയുന്നത്. അപ്പൊ അവരെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കാറ്. യെസ്. ശരി, ഇനി അടുത്തൊരു ലെവല് എന്ത് ലെവലാണ് പ്രതീക്ഷിക്കുന്നത്? അടുത്ത ലെവൽ നമുക്ക് നോക്കുന്നുണ്ട്. ഈ ബ്രാഞ്ച് ചെയ്തിട്ട് പിന്നെ ഒരു നെക്സ്റ്റ് ബ്രാഞ്ച് നമുക്ക് ഓപ്പൺ ചെയ്യും. ഇമീഡിയറ്റ്ലി നമുക്ക് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പൊ അത് യൂണിസെക്സ് ആയിട്ട് നമുക്ക് ചെയ്യാം. അതെ, ഒരു നല്ലൊരു സ്ഥലം നമുക്ക് ലൊക്കേഷൻ, പ്രൈം ലൊക്കേഷൻ ആയിട്ട് ഒരു പാർക്കിംഗ്, കസ്റ്റമറിന്റെ ഫെസിലിറ്റി പറയുമ്പോൾ ഒരു പാർക്കിംഗ് മെസ്സറായിട്ട് മെയിൻ പ്രോബ്ലം. അപ്പോൾ പാർക്കിംഗ് നമുക്ക് നോക്കിയിട്ട് ഒരു നല്ലൊരു ബിൽഡിംഗ് നോക്കിയിട്ട് നമുക്കൊരു നെക്സ്റ്റ് ബ്രാഞ്ച് നമുക്കൊരു ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, കോമ്പറ്റീറ്റേഴ്സ് ഒരുപാടുള്ള ഫീൽഡാണ് ഇത്. ഇപ്പോൾ നമ്മൾ എങ്ങനെ ഈ കോമ്പറ്റീഷനിൽ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ഇപ്പൊ ഈ ഏരിയയില് പറയുമ്പോ, ഈ ഏരിയ മാത്രമല്ല ഈ ഫീൽഡ് പറയുമ്പോ വെരി ടഫ് ആയിപ്പോയി. പണ്ടത്തെ പോലെ ആയിപ്പോയി ഇങ്ങനെ ഇല്ല. ഇപ്പോ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ആയിപ്പോയി. ഇപ്പൊ കോമ്പറ്റീഷൻ മാർക്കറ്റിൽ പറയുമ്പോ നമുക്കൊരു സർവീസ് മെയിൻ ആണ്. എല്ലാ കുറെ ഷോപ്പ് നോക്കിയിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ ലൈക്ക് ഒരു സർവീസ് നോക്കിയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു സ്പെഷ്യൽ സർവീസ് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് കസ്റ്റമറിന്റെ ഡീലിംഗ്, നന്നായിട്ട് വർക്ക്, ഒരു കസ്റ്റമർ ഫേസ്, ലൈക്ക് ഒരു ഹെയറിന്റെ ഒരു ടെക്സ്ചർ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ബെറ്റർ ആയിട്ട് ചെയ്യും, അത് ചെയ്തിട്ട് നമുക്കൊരു ഇപ്പൊ പോകുന്നുണ്ട് അങ്ങനെ. ഇപ്പൊ കോമ്പറ്റീഷൻ പറയുമ്പോൾ ഇവിടുത്തെ മേജറായിട്ടാണ് വർക്ക്, ബെസ്റ്റ് വർക്ക് എങ്ങനെ ചെയ്യും ആ ഷോപ്പിലെ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി കൊണ്ടു വരും. ബിസിനസ് ലൈഫിൽ, അതായത് ഈ കാലം വന്ന കാലത്തിനിടയിൽ എന്തെങ്കിലും ഒരു ബിറ്റർ എക്സ്പീരിയൻസ്, ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്തെങ്കിലും എടുത്തു പറയത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബാഡ് എക്സ്പീരിയൻസ് പറയുമ്പോൾ നമുക്കൊരു ഇടപ്പള്ളിയില് നമ്മുടെ ഒരു ബ്രാഞ്ച് തുടക്കം സമയത്ത് അപ്പോൾ ഒരു റോങ് ആയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ട് നമുക്കൊരു സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒന്നും മനസ്സിലായില്ല എന്താ ചെയ്യും. ഒരു ട്രസ്റ്റ് ആയിട്ട് പുള്ളിന്റെ കൂടെ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് ചെയ്ത ശേഷം കണ്ടിന്യൂ ആയിട്ട് 3 years നമുക്ക് റണ്ണിങ് ചെയ്ത്. അപ്പൊ നല്ല ഒരു ക്ലിക്ക് ആയിട്ടൊരു ബിസിനസ് ആണ്. അപ്പൊ അവിടെ പുള്ളി എന്തൊരു കണ്ണ് പിടിച്ച്, അപ്പൊ പുള്ളി പറഞ്ഞു നമുക്കൊരു വേറെ ബ്രാഞ്ച് ഓപ്പൺ ആക്കാം പറഞ്ഞിട്ട് നമുക്കൊരു ആ ഷോപ്പിന്റെ എഗ്രിമെന്റ് പുള്ളിന്റെ പേരില് നമ്മൾ പാർട്ട്ണറിന്റെ പേരില് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത്. കാരണം ലോൺ എടുക്കും. കാരണം ഇവിടുത്തെ നമുക്ക് ലോക്കൽ പേഴ്സൺ ഇല്ല, പ്രോപ്പർട്ടി ഇല്ലാത്ത നമുക്ക് ലോൺ കിട്ടില്ലാത്ത. അപ്പൊ പാർട്ട്ണർ പറഞ്ഞു എനിക്ക് പേരില് ലോൺ എടുക്കണമെങ്കിൽ ഫസ്റ്റ് എഗ്രിമെന്റ് എനിക്ക് പേരിൽ ആക്കി തരണം. അപ്പൊ പുള്ളിന്റെ പേരില് നമ്മൾ ചെയ്ത ശേഷം ഒരു ലൈക്ക് 6 months കണ്ടിന്യൂ ആയിട്ട് പോയി. അപ്പൊ പോയ കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞൊരു ഇന്ന കിട്ടും, 4 കിട്ടും, മറ്റന്നാ കിട്ടും, അങ്ങനെ പറഞ്ഞിട്ട് ഒരു സമയം 6 മാസം പോയി. പിന്നെ പുള്ളി പറഞ്ഞു ഇത് ലോണ് കിട്ടൂല, ഇത് എഗ്രിമെന്റ് എനിക്ക് പേരിലായി പോയി, സ്റ്റാഫായിട്ട് നിൽക്കണം. എനിക്ക് പറഞ്ഞു ഒരു സ്റ്റാഫായിട്ട് നിൽക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു സ്വന്തമായിട്ട് ഷോപ്പിൽ എങ്ങനെ പാർട്ട്ണർഷിപ്പിലുണ്ട്, അപ്പൊ എങ്ങനെ സ്റ്റാഫായിട്ട് നിൽക്കും, അപ്പൊ അങ്ങനെ മേളിൽ പോകാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു പുള്ളി ഷോപ്പ് പൂട്ടി, നമ്മളൊരു ഷോപ്പ് ക്ലോസ് ആക്കി. പിന്നെ നമ്മളൊരു കമ്മീഷൻ ഓഫീസിൽ പോയി കേസ് കൊടുത്തു. അപ്പൊ കേസ് പറയുമ്പോൾ മ്യൂസിയം സ്റ്റേഷനിൽ ട്രാൻസ്ഫർ ചെയ്ത് അവിടുത്തെ ഒരു CA കണ്ടു. CA കണ്ടിട്ട് പറഞ്ഞു ഇത് സിവിൽ കേസ് ആയിപ്പോയി. കാരണം റോങ് ആയിട്ട് CA ഒരു മനസ്സിലായി, CA സാറിന്റെ ഒരു മനസ്സിലായി ഇത് റോങ് കേസാണ്, അവരെ പറ്റിച്ച്. പിന്നെ അവിടെ CA പറഞ്ഞ ഒരു സിവിൽ കേസായി, ഇത് കോർട്ടിൽ പോകണം, ഇത് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മള് കോർട്ടിലെ കേസ് കൊടുത്തു. അപ്പൊ അതുപോലെ ഒരു ഇപ്പൊ കംപ്ലീറ്റ് ആയില്ല കേസ്, അതുപോലെ പോകുന്നുണ്ട്. എവറി മന്ത് 2 months നമുക്ക് കോർട്ടിൽ പോകുന്നുണ്ട്, അത് റിക്കവറി ആയില്ല. അതാണ് ബാഡ് എക്സ്പീരിയൻസ് പറയുമ്പോൾ ഒരു അല്ലെന്ത് കൂടെ ഒരു ബ്ലൈൻഡ് ട്രസ്റ്റ് ചെയ്ത ശേഷം നമുക്കൊരു അങ്ങനെ ഒരു പറ്റിച്ച് ലോസ് ഉണ്ടായോ? നന്നായിട്ട് ലോസ് ആയി. ഒരു ലൈക്ക് 23 lakh rupees സംതിങ് ലോസ് ആയി. അപ്പൊ എനിക്കൊരു ലൈഫില് ഫുൾ ഡിപ്പോസിറ്റ് മണി, ലൈക്ക് ഒരു സേവിങ്സ് മണി എല്ലാം ആ ഷോപ്പില് നമ്മള് ചെയ്ത്. അപ്പൊ ആ ഷോപ്പ് കഴിഞ്ഞിട്ട് നമ്മളെ കയ്യിൽ ഒന്നും പൈസ ഇല്ല, അത് മാത്രം ഷോപ്പ് മാത്രം ഉണ്ട്. പിന്നെ ഷോപ്പ് ക്ലോസ് ആയി, നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ വേറെ ഒരു ഷോപ്പില്
സ്റ്റാഫായിട്ട് നമുക്ക് ജോലി ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് 1 year പിന്നെ ചെയ്ത് സ്വന്തം ഷോപ്പ് കഴിഞ്ഞിട്ട് നമ്മള് ക്ലോസ് ആയി. പിന്നെ നമ്മള് വേറെ ഷോപ്പിൽ നമ്മള് പോയി. അപ്പം സീറോയിൽ നിന്നൊന്നും തുടങ്ങേണ്ടി വന്നു. സീറോ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് അതെ. ഒരു ഷോപ്പില് പിന്നെ ഒരു ചെറിയൊരു സാലറി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 1 year പിന്നെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി പോയി. നമുക്കൊരു പ്രോബ്ലം ഫേസ് ചെയ്ത് മെന്റലി ഡൗൺ ആയി. ബിസിനസ് ഇല്ല, ഒരു വേറെ ഷോപ്പില് ചെയ്യുന്നുണ്ട് വർക്ക്, പിന്നെ ഒരു ഫുഡ്, പിന്നെ ഒരു വീടിന്റെ റെന്റ്, ഇലക്ട്രിസിറ്റി ബില്ല്, നമ്മൾ സ്വന്തം ഒരു എക്സ്പെൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നും സേവിങ്സ് ഇല്ലാത്ത നമുക്ക്. പിന്നെ ഇവിടുത്തെ ഒരു 2-3 ഫ്രണ്ട്സ് ഉണ്ട്, മലയാളി ഫ്രണ്ടാണ്. അപ്പൊ പുള്ളി എനിക്ക് കൂടെ നല്ല ക്ലോസ് ആയിട്ടുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞൊരു നമുക്കൊരു റീബിൽഡ് നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമില്ല, പേടിക്കണ്ട. അപ്പൊ 2 ആൾക്കാർ വന്നിട്ട് നമുക്ക് എനിക്ക് കൂടെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത്, മലയാളി ഫ്രണ്ട്സ്. അപ്പൊ വന്നിട്ട് അവര് നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത്, ഹെൽപ്പൊക്കെ ആയിട്ട് നമുക്ക് ഈ ഷോപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇഗോറ. യെസ്. ഇതിപ്പോ പാർട്ണർഷിപ്പ് ഉണ്ടോ അതോ ഒരു പാർട്ട്ണർ? പക്ഷെ നല്ല ഫ്രണ്ട്സ് ആണ്. അവരൊരു അങ്ങനെ ഒരു പാർട്ട്ണർ പോലെ നോക്കുന്നില്ല, ഒരു ബ്രദേഴ്സ് പോലെ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് നന്നായിട്ട് ഡീലായിട്ട് പോകുന്നുണ്ട്. അതായത് ശാസ്തമംഗലം എന്ന് പറയുന്നത് ഒരു ബിഗ് മാർക്കറ്റാണ്. യെസ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഹ്യൂജ് പോപ്പുലേഷൻ ആണ്. അപ്പോൾ അതിനകത്തൊരു ചെറിയ ശതമാനമായിരിക്കും ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് കസ്റ്റമർ ഇഗോറയിലേക്ക് വരണം? എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് ഇവിടെ അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? സ്പെഷ്യൽ പറയുമ്പോൾ നമുക്ക് കുറെ ഇപ്പോ ഈ ശാസ്ത്രമംഗലം ഏരിയയില് ഒരുപാട് ഒരു ഷോപ്പ് ഉണ്ട്. ലൈക്ക് ഒരു ബ്രാൻഡായിട്ട് ഷോപ്പ് ഉണ്ട്. നമ്മുടെ ഇവിടെ ഇഗോറ ഒരു ബ്രാൻഡാണ്. അപ്പൊ ബ്രാൻഡഡ് ഷോപ്പിൽ പറയുമ്പോൾ നമുക്ക് ഈ ഷോപ്പ് നമ്മളെ ഒരു ഇഗോറ സലൂണിൽ പറയുമ്പോൾ റേറ്റിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ട് വരും. ഒരു ചിപ്പ് റേറ്റ് ആയിട്ട് നമുക്കൊരു സെയിം പ്രോഡക്റ്റ് ലൈക്ക് ഒരു ബ്രാൻഡ് പ്രോഡക്റ്റ് കുറെ ലോറിയൽ, സോസ്കോഫ്, വെല, പിന്നെ അങ്ങനെ ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് കോമൺ മാൻ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. കോമൺ മാൻ അഫോർഡബിൾ റേറ്റ് ആണ്. നമുക്കൊരു വെരി ചീപ്പ് ആയിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു നല്ല ഒരു ബ്രാൻഡ് ആയിട്ട് ഷോപ്പിൽ പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റേറ്റ് ഒരു വെരി ഡിഫറെന്റ് ആയിട്ട് വരും. ലൈക്ക് ഒരു 30%, 40% ആയിട്ട് ഹൈ റേറ്റിൽ വരും. അപ്പൊ നമ്മള് 30-40% നമുക്ക് ലോ ആയിട്ട് നമുക്കൊരു അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ചെയ്യുന്നുണ്ട്. പുറമെ എന്തൊക്കെ പ്രത്യേകതകൾ പറയാനുണ്ട്? ഇവിടെ സ്പെഷ്യൽ പറയുമ്പോൾ നമുക്കൊരു ലേഡീസ് സെക്ഷൻ, ജെന്റ്സ് സെക്ഷൻ സെപ്പറേറ്റ് ഉണ്ട്. ജെന്റ്സിന്റെ സെപ്പറേറ്റ് ആണ്, ലേഡീസിന്റെ സെപ്പറേറ്റ്, എല്ലാ ഫേഷ്യൽ കെബിൻ സെപ്പറേറ്റ്, ഹെയർ സെക്ഷൻ സെപ്പറേറ്റ്, സ്പാ ലൈക്ക് ഹെയർ സ്പാ പറയുമ്പോൾ അത് സെക്ഷൻ സെപ്പറേറ്റ്. സ്പെഷ്യൽ പറയുമ്പോൾ ഇവിടെ ബ്രാൻഡ് ആയിട്ട് എല്ലാവരും ഹൈ ക്വാളിറ്റി ആയിട്ട് പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. യെസ്, ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ കസ്റ്റമറിന്റെ ഒരു ബുദ്ധിമുട്ട് ഇല്ലാത്ത നമുക്കൊരു ബെസ്റ്റ് സർവീസ് ചെയ്തിട്ട് എങ്ങനെ ഹാപ്പി ആയിട്ട് കൊടുക്കും നമ്മൾ ഫുൾ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് പറയുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫാണ്. ലൈക്ക് ഒരു 7 years 8 years ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. യെസ്, അങ്ങനെ ഒരു. പിന്നെ ഇവിടുത്തെ എയർ കണ്ടീഷൻ ഷോപ്പാണ്, ഫുൾ എയർ കണ്ടീഷൻ ഷോപ്പാണ്. ഇവിടുത്തെ സ്പെഷ്യൽ പറയുമ്പോൾ നമുക്കൊരു നല്ല നീറ്റ് ആൻഡ് ഹൈജീൻ ആയിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു യൂണിസെക്സ് സലൂൺ പറയുമ്പോൾ ഹൈജീൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് ഹൈജീൻ ഫസ്റ്റ് നമുക്ക് നോക്കുന്നുണ്ട്. ഹൈജീൻ ചെയ്തിട്ട് പ്ലസ് കസ്റ്റമറിന്റെ ഹാപ്പിനെസ് അത് നമുക്ക് ഫുൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? എ ഡേ ഓഫ് ആൻ ഓൺട്രപ്രണർ എന്ന് പറയുന്ന ഒരു സെഷനാണ്. അപ്പോൾ അതിനകത്ത് ഫുൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഒരു ദിവസത്തിൽ ഉണ്ടാവുന്നത്? ആക്ച്വലി നമ്മള് ഷോപ്പിന്റെ ടൈമിംഗ് പറയുമ്പോൾ 9:30 to 10 o'clock രാത്രി വരെ ഉണ്ട്. അപ്പോൾ അതിന്റെ അകത്ത് നമ്മളൊരു പേഴ്സണൽ പ്രോബ്ലം ഉണ്ട്. ലൈക്ക് ഒരു വീട്ടിലൊരു വൈഫിനെ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മോർണിംഗ് 9:30 വരാം ഷോപ്പിലെ സ്റ്റാർട്ടിങ് സമയം. അപ്പോൾ ഫുൾ ഡേ നമുക്കൊരു സ്റ്റാഫില് നമുക്കൊരു പറയാം എത്ര വർക്ക് ചെയ്യും, ഏതാ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ രാവിലെ നമ്മൾ കൊടുക്കും. ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ശേഷം അവര് എല്ലാം ചെയ്യുന്നുണ്ട്. നയിക്ക് എന്താ ചെയ്യും, ഫസ്റ്റ് ഹൈജീൻ ഷോപ്പിലെ നീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഷോപ്പിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ നമുക്ക് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു 1 hour കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകും. അപ്പോൾ വീട്ടിൽ പോയിട്ട് നമുക്കൊരു ലൈക്ക് ഒരു 11-11:30 തിരിച്ച് പറഞ്ഞിട്ടുണ്ട് ഷോപ്പിൽ. അപ്പോൾ വന്നിട്ട് നമുക്ക് എല്ലാ മാനേജ് എങ്ങനെ ചെയ്യുന്നുണ്ട്,
സ്റ്റാഫ് എങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ക്ലയന്റിന്റെ ഡീലിംഗ് എങ്ങനെ ഉണ്ട്, അത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ് കസ്റ്റമറിന്റെ ഒരു ഡീലിംഗ്. ആ ഡീലിംഗ് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്കൊരു ഏത് ബെറ്റർ ആണ് അത് നമുക്ക് പറയാം. അപ്പോൾ കസ്റ്റമറിന്റെ ഏതാ വർക്ക് ചെയ്ത് സർവേ ചെയ്ത് ലൈക്ക് ഹെയർ കട്ടിങ് ആണെങ്കിൽ, കളറിങ് ആണെങ്കിൽ, ഫേഷ്യൽ ആണെങ്കിൽ, സ്പാ, പെഡിക്യൂർ ഏതാണെങ്കിൽ നമുക്ക് അവിടെ ഫയലിൽ നമുക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ നോട്ട് ചെയ്യുമ്പോൾ രാത്രി നമുക്ക് എല്ലാവരെയും ഫയൽ ചെക്ക് ചെയ്യാം. എന്താ ചെയ്ത്, ഇന്നത്തെ ആക്ടിവിറ്റി എന്താ ഉണ്ട്, ലൈക്ക് ഏതാ സർവീസായി, എത്ര വർക്കായി, അത് നോക്കിയിട്ട് നമുക്ക് രാത്രി പോട്ടിട്ട് നമുക്ക് വീട്ടിൽ പോകും. പുറത്തുള്ള വർക്കുകൾ എടുക്കാറുണ്ടോ? അതായത് വെഡിങ് അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ പോയി ചെയ്യുന്ന എന്തെങ്കിലും വർക്കുകൾ എടുക്കാറുണ്ടോ? പുറത്ത് പോയിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. കുറെ ക്ലയന്റ് ഉണ്ട് ഇവിടെ അടുത്താണെങ്കിൽ നമുക്ക് നേരെ ഷോപ്പിൽ വരും. കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ചെയ്യുന്നുണ്ട്. വെഡിങ് വർക്ക് ആണെങ്കിൽ ലൈക്ക് ഒരു ബ്രൈഡൽ വർക്ക് ആണെങ്കിൽ അങ്ങനെ നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട്. കാരണം കുറെ ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണെങ്കിൽ അവിടെ വീട്ടിൽ പോയിട്ട് നമുക്ക് ചെയ്യാറുണ്ട്. അതെ. ഓക്കെ. എങ്ങനെ ഫാമിലിയൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു ബിസിനസ്സിൽ? ഫാമിലി പറയുമ്പോൾ എനിക്ക് വൈഫ് ഈ ഷോപ്പ് സ്റ്റാർട്ടിങ് സമയത്ത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് ഒരു ഇവിടുത്തെ ഒരു 2 മലയാളി ഫ്രണ്ട് ഉണ്ട്, അവിടെ ഒരു ഹെൽപ്പ് ചെയ്ത്. അപ്പൊ ഹെൽപ്പ് ഇല്ലാത്ത ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനൊരു 0 ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഈ ഷോപ്പ്. അപ്പൊ ഒരു എനിക്ക് വൈഫ് ഒരു ഫ്രണ്ട് ഉണ്ട്. ആ സപ്പോർട്ടായിട്ട് ഞാൻ ഈ ഷോപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത്. അതെ. അപ്പം ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്താണ് വന്നത്. അപ്പം നോക്കുമ്പോൾ ഒരു സ്റ്റാഫ് എന്നുള്ള നിലയിൽ നിന്നും മാറി ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ ലാംഗ്വേജ് നമ്മളെ കയ്യിലില്ലാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു. പക്ഷെ ഇപ്പം നന്നായി മലയാളം സംസാരിക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഹാപ്പിയാണോ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? കേരള പറയുമ്പോൾ എനിക്കൊരു സ്വന്തം ഒരു നാട് പോലെ ആയിപ്പോയി. നാട്ടിൽ പോയിട്ട് ഹാപ്പി ആവില്ല, പക്ഷെ ഇവിടെ വരുമ്പോൾ ഞാൻ ഒരു നന്നായിട്ട് ഹാപ്പി ആവും. സ്വന്തം വീട് പോലെ ആയിപ്പോയി. ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ സെറ്റിൽ ആണ്. അതെ. ഭാവിയും ഇനി കേരളത്തിൽ ചിലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഓൾമോസ്റ്റ് നമുക്കൊരു നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ സ്വന്തമായിട്ട് വീട് വെച്ചിട്ട് നമുക്കൊരു ഇവിടെ സെറ്റിൽ ആക്കാം. നമുക്കൊരു പ്ലാനിങ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അമീൻ, PNBയെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? എന്താണ് PNBയെ പറ്റിയിട്ട് പറയാനുള്ളത്? PNB പറയുമ്പോൾ നമുക്കൊരു ബിസിനസ്മാൻ്റെ ഒരു ബെസ്റ്റ് ഒരു സ്കില്ലാണ്. ലൈക്ക് ഒരു സപ്പോർട്ടിങ് ഒരു ടീം. PNB നമുക്കൊരു വന്നിട്ട് നമുക്കൊരു വീഡിയോ ലൈക്ക് ഇന്റർവ്യൂ എടുത്തിട്ട് നമ്മളൊരു ബിസിനസ്മാൻ്റെ നമുക്ക് കുറെ ആൾക്കാർക്ക് ഫോണിൽ പോകും. അതെ, ആൾക്കാരുടെ ഇടയിലേക്ക് പോകും. അതെ. ലൈക്ക് ഇൻസ്റ്റാ അവിടെ ചാനലുണ്ട്, PNB ചാനലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാ യൂട്യൂബ് ഉണ്ട്. അവിടെ നോക്കിയിട്ട് കുറെ ആൾക്കാർ നമ്മളൊരു ബിസിനസ്മാൻ്റെ ബെറ്റർ ആയിട്ടൊരു സർവീസ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ആൾക്കാർ വരാനുണ്ട്, സാധ്യതയുണ്ട്. യെസ്. PNBയിലെ ട്രെയിനിങ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? PNBയിൽ കണ്ടിന്യൂസ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ വെക്കാറുണ്ട്. അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇതാ പറയുമ്പോൾ ഒരു ഫസ്റ്റ് ആണ്. അപ്പോൾ PNB നമുക്ക് കുറെ വീഡിയോ നമുക്ക് നോക്കി. അപ്പൊ അവരുടെ ടീം പറയുമ്പോൾ PNB പറയുമ്പോൾ വെരി സപ്പോർട്ടിങ് ടീമാണ്. ഒരു അതിന്റെ കൂടെ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരുടെ ഫോണിലെ ആൾക്കാരെ കൂടെ പോകും. അപ്പോൾ ആൾക്കാരുടെ പരിചയം കിട്ടും. നല്ലൊരു ബിസിനസ്മാൻ്റെ ഹെൽപ്ഫുൾ ആവും. നമ്മളെ ഒരു കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ആയിട്ട് നമുക്ക് വരാനുണ്ട്. അമീൻ, ടോട്ടല് ഒരു 15ഓളം വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിലുണ്ട്. അസാമിൽ നിന്നും കേരളത്തിലേക്ക് വന്നു ഒരു സംരംഭത്തിൽ സ്റ്റാഫായിട്ട് നിന്നു. 5 കൊല്ലം അവിടെ നിന്ന് എക്സ്പീരിയൻസ് സമ്പാദിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് സ്വന്തമായി ഒരു സംരംഭം എന്നുള്ള രീതിയിൽ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് എൻട്രി ചെയ്യുന്നു. അവിടെ വീണ്ടും ഒരു 3 കൊല്ലം ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഏൺ ചെയ്യുന്ന സമ്പാദ്യമെല്ലാം അവിടെ ചെലവഴിക്കുന്നു. അതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവുന്നു. അവിടുന്ന് വിഡ്രോ ചെയ്ത് വീണ്ടും സ്റ്റാഫായിട്ട് തന്നെ വരുന്നു. ഒരു 1-2 കൊല്ലത്തെ തയ്യാറെടുപ്പിന് ശേഷം നമ്മൾ ഇഗോറ എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയും ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോൾ ഒരു ലെവലിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് കസ്റ്റമേഴ്സ് വരാനുണ്ട്. അപ്പം ഇതിന് നാൾക്ക് നാൾ ഇതിൻ്റെ ഒരു അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നുകൊണ്ട് ലാംഗ്വേജ് എനിക്ക് എത്രത്തോളം അമീന് മനസ്സിലാവുമെന്നറിയില്ല. എങ്കിലും ഒരു ഓൾ ദി ബെസ്റ്റ്
PNB നേരുകയാണ്. യെസ് സർ. താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു.